മലയാളിയുടെ ഗൃഹാതുരത്വത്തിന്റെ മറ്റൊരു പേര്. സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണൻ ഓർമ്മയായിട്ട് 14 വർഷം. മലയാളിക്ക് പാട്ടിന്റെ പൂക്കാലം സമ്മാനിച്ച അനശ്വര പ്രതിഭ. സംഗീതജ്ഞനായി MG രാധാകൃഷ്ണന്റെ തുടക്കം 1962 മുതൽ ലളിതഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയാണ്. ആകാശവാണിക്ക് വേണ്ടിയാണ് ലളിതഗാനങ്ങൾ അദ്ദേഹം ഒരുക്കിയത്. 1978 മുതലാണ് മലയാളികൾ അദ്ദേഹത്തിന്റെ സംഗീത മാധുര്യം നുണഞ്ഞു തുടങ്ങുന്നത്. G. അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാനം ആരംഭിച്ച അദ്ദേഹത്തിന്റെ യാത്ര 30-ൽ പരം വർഷങ്ങൾ നീണ്ടുനിന്നു. 1940 ജൂലൈ 29-ന് പ്രശസ്ത ഹാർമോണിസ്റ്റും ശാസ്ത്രീയ സംഗീതജ്ഞനുമായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും ഗായികയും സംഗീത അധ്യാപികയുമായിരുന്ന കമലാക്ഷിയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം. അന്തരിച്ച കലാകാരി പത്മജയായിരുന്നു ഭാര്യ. പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാർ, കർണാടക സംഗീതജ്ഞയും അധ്യാപികയുമായ ഡോക്ടർ AK ഓമനക്കുട്ടി എന്നിവർ സഹോദരങ്ങളാണ്. ഹരിപ്പാട് ബോയ്സ് സ്കൂൾ, ആലപ്പുഴ SD കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ MG രാധാകൃഷ്ണൻ പഠനകാലത്ത് തന്നെ സംഗീത വഴിയിലാണ് തന്റെ ജീവിതമെന്ന് ഉറപ്പിച്ചിരുന്നു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണത്തിൽ ബിരുദം നേടിയ ശേഷം സംഗീത കച്ചേരികളുമായി അദ്ദേഹം നാടുചുറ്റി. 1962 ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ച MG രാധാകൃഷ്ണൻ 2000 വരെ ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. നിരവധി പ്രഗത്ഭരായ സംഗീതജ്ഞന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിന് മുതൽക്കൂട്ടായി. പിന്നണി ഗായകനായി സിനിമയിലെത്തിയ അദ്ദേഹം 1968 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി പാടിയത്. ഹിസ് ഹൈനസ് അബ്ദുള്ള, തകര, ആരവം, രാക്കുയിലിൻ രാഗസദസ്സിൽ, ദേവാസുരം, മണിച്ചിത്രത്താഴ്, അദ്വൈതം, മിഥുനം, രക്തസാക്ഷികൾ സിന്ദാബാദ്, അഗ്നിദേവൻ, കണ്ണെഴുതി പൊട്ടുംതൊട്ട് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചു. ദേവാസുരത്തിലെ പന്തേ മുകുന്ദഹരെ എന്ന കീർത്തനവും അദ്ദേഹം ആലപിച്ചു. 2001-2006 വർഷങ്ങളിൽ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. കേട്ടാലും കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ സമ്മാനിച്ച് 2010 ജൂലൈ 2-ന് അദ്ദേഹം തന്റെ 69-ാം വയസ്സിൽ ഈ ഭൂമികയിൽ നിന്ന് വിടവാങ്ങി. എങ്കിലും ഇപ്പോഴും മലയാളി രാധാകൃഷ്ണ സംഗീതത്തിൽ വിരിഞ്ഞ പാട്ടുകൾ തേടിപ്പിടിച്ച് കേട്ടുകൊണ്ടേയിരിക്കുന്നു. പ്രണാമം.